കൂമ്പാറ തോട് കാണിച്ചു തരാം. ഏതായാലും വെറുതെ അല്ലേ. ഇതാണ് കേട്ടോ നമ്മളെ കൂമ്പാറ തോട്. ഇത് അകമ്പുഴയിൽ നിന്ന് തുടങ്ങിയിട്ട് ഇരവഴിഞ്ഞിപ്പയിൽ അവസാനിക്കുന്ന ഒരു തോടാട്ടോ. ഇത് കൂമ്പാറ അങ്ങാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു തോടാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളെ കൂമ്പാറത്തെ പെട്രോൾ ആൻഡ് ഡീസൽ പമ്പ്. അപ്പോൾ നമുക്ക് അരീക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു ഓട്ടം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഡീസൽ അടിച്ചിട്ട് വേണം പോകാൻ കേട്ടോ. ഓക്കെ, ആ കാണുന്ന വീട്ടിൽ നിന്നാട്ടോ നമുക്ക് ആളെടുക്കണ്ടേ. നമ്മൾ കസ്റ്റമറൊന്നും കാണിക്കൂല കേട്ടോ. അപ്പോൾ ഓക്കെ, ഇനി അരീക്കോട് എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ അരീക്കോട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കസ്റ്റമർക്ക് കുറച്ച് താമസമുണ്ട്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്, അപ്പോൾ പള്ളിയിൽ പോകണം. അപ്പം ഞാൻ പള്ളി തപ്പി പിടിക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ പള്ളിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ പള്ളി കഴിഞ്ഞ് ഇറങ്ങിയിട്ടോ. നമ്മളെ കസ്റ്റമർ വന്നിട്ടില്ല, കുറച്ചുകൂടെ ടൈം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ അടുത്തൊരു പെറ്റ് ഷോപ്പ് ഉണ്ട്. അപ്പോൾ അവിടം വരെ ഒന്ന് പോയി നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പെറ്റ് ഷോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കയറുന്നോട് തന്നെ കുറച്ച് ലവ് ബേർഡ്സ് ഉണ്ട്. പിന്നെ ഫ്രണ്ടിലൊരു അക്വേറിയത്തിൽ വലിയ മീനുണ്ട്. ഗൗരാമി എന്ന് പറഞ്ഞിട്ടുള്ള മീനാണെന്ന് തോന്നുന്നു. അത് ഒരു 4-5 എണ്ണം അതിൽ കിടക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ഈ അക്വേറിയത്തിൻ്റെ അക്സസറീസ് ഒരുപാടുണ്ട്. പിന്നെ അതിനോട് ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു വലിയ അക്വേറിയം ഉണ്ട്. അതിൽ ഫുള്ള് ഏഞ്ചലാട്ടോ, ഏഞ്ചൽ ഫിഷ് ഉണ്ട്. പിന്നെ അതിൻ്റെ താഴത്തായിട്ട് അക്വേറിയത്തിലിടുന്ന സ്റ്റോണ്, കല്ലുകൾ, പിന്നെ ഗ്ലാസ് അക്വേറിയം, പിന്നെ ചെറിയ ഒരു അക്വേറിയം വേറെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലെന്തോ കുളവാഴ അങ്ങനത്തെ എന്തോ ഒരു സാധനമൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഫൈറ്ററിനെയൊക്കെ ഇടുന്ന കുറേ ബൗള്, ഗ്ലാസ്, അയ്യാതി ഐറ്റംസുകൾ കുറേ ഉണ്ട്. പിന്നെ ചെറിയ ഐറ്റംസ് മീനുകൾ കുറേ ഉണ്ട് കേട്ടോ. കുറേ ചെറുമീനുകളുണ്ട്. അപ്പോൾ ജസ്റ്റ് ഐറ്റങ്ങളെയൊക്കെ ഒന്ന് നോക്കി ഇങ്ങനെ കുറച്ച് നേരം ചുറ്റി നടന്ന് പിന്നെ നമ്മൾ നല്ല പുറത്തിറങ്ങി കേട്ടോ.